ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ചുരി പാൻറ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് അളവെടുത്തിട്ട് തയ്ക്കുന്ന രീതി കാണിക്കാനായിട്ടാണ്. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഏത് തുടക്കക്കാർക്കും ഇത് കണ്ടാൽ നമുക്ക് ചുരി പാൻറ് തയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മാത്രം മതി. വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റൊരു പാൻറ്റിൽ നിന്ന് അളവെടുത്തില്ലേറെ നമ്മൾ സ്വന്തമായിട്ട് അളവെടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. എന്നാൽ നമുക്ക് ഏത് അളവിലും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും പാൻറ്റില്ലാതെ തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അളവെടുക്കുന്ന രീതികളാണ്. അതിന് വേണ്ട അളവുകളും അത് എടുക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയണത്. നമുക്ക് നോക്കാം ചുരി പാൻറ്റിന് വേണ്ട അളവുകൾ. നമുക്ക് ഈ ചുരി പാൻറ്റിന് നമ്മൾ ഒരു സീറ്റ് റൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുക്കണുള്ളൂ. അല്ലാത്തൊന്നും എടുക്കണില്ല. അല്ലാത്തൊക്കെ ഞാൻ ഓരോ രീതി പറയുന്നുണ്ട്. ആ രീതിയിലാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ നോർമൽ പാൻറ്റിലും അതുപോലെ ഓപ്പൺ ചുരിദാറിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് സീറ്റ് റൗണ്ട് എന്നുള്ളത്. അത് നമ്മൾ ഇരിക്കണ ഭാഗമാണ് സീറ്റ് റൗണ്ട്. അവിടെയാണ് നമ്മൾ സീറ്റ് റൗണ്ട് മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പം ആ ഒരു സീറ്റ് റൗണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവ് മാത്രമേ നമ്മൾ ചുരി പാൻറ്റിന് വേണ്ടിയിട്ട് എടുക്കണുള്ളൂ. പിന്നെ വേണ്ടത് തുട. അപ്പോൾ സീറ്റ് റൗണ്ട് അവിടെ അത് നമ്മൾ എത്ര എടുത്തിട്ട് അത് അവിടെ എഴുതി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചുരി പാൻറ്റിന് വേണ്ട ഒരു അളവാണ് തുടയളവ്. ഈ തുടയളവ് എടുക്കുന്നതാണ് സീറ്റ് റൗണ്ട്. അഥവാ ഈ റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് എടുത്തുല്ലേ സീറ്റ് റൗണ്ട് എടുത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് സീറ്റ് റൗണ്ട് പ്ലസ് 4 ഇഞ്ച് ലൂസ് കൂട്ടുക. സീറ്റ് റൗണ്ട് കൂടെ 4 ഇഞ്ച് ലൂസ്. അത് അങ്ങനെ ഒരു കണക്കാണ്. അത് എഴുതി വെക്കണം. മറക്കുന്നുള്ളവർക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു അളവ് കിട്ടൂലേ. അപ്പോൾ നമുക്ക് 20 കിട്ടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സീറ്റ് റൗണ്ട് 20 ആണെന്നുണ്ടെങ്കിൽ ഈ 4 കൂട്ടുമ്പോൾ 24 കിട്ടൂലേ. അങ്ങനെ ആ 24 അഥവാ ആകെ അളവിൻ്റെ 4 ഭാഗം അഥവാ 24 ഒരു 4 ഭാഗം അത്രയാണോ അത് എഴുതുക. അതെത്രയാണോ അതിലൂടെ 5 ഇഞ്ച് ലൂസ് കൂട്ടുക. പിന്നെ 2 തയ്യൽ തുമ്പ് എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഇഞ്ചാണ് തുടയളവിന് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? തുടയളവ് എന്ന് പറയണത് കുറച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇത് സീറ്റ് റൗണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചുരി പാൻറ്റിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആകെ ഒരു അളവ് എടുക്കണുള്ളൂ. അതാണ് ഈ സീറ്റ് റൗണ്ട്. അതെടുക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇരിക്കുന്ന ഭാഗമാണ്. അതിലൂടെ 4 ഇഞ്ച് വെറുതെ കൂട്ടുക. ഇതൊരു കണക്കാണ്. അത് പഠിച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ എഴുതി വെക്കുക. 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ സീറ്റ് റൗണ്ട് 20 ആണെങ്കിൽ ഈ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 24 കിട്ടും. ആ 24ൻ്റെ 4 ഭാഗം അഥവാ 24നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 24 4 കൊണ്ട് ഹരിച്ചാൽ 6 ആയിരിക്കില്ല കിട്ടുക. 6 4 24. ഓക്കെ. അപ്പോൾ ആ ഒരു 6 കൂടെ 5 ഇഞ്ച് ലൂസ് വെറുതെ കൂട്ടുക. 5 ഇഞ്ച് ലൂസ് അതൊരു കണക്കാണ്. അതാണ് നമ്മളെ തുടയളവ് വരുന്നത് കേട്ടോ. അപ്പോൾ 6ഉം 5ഉം 11. പിന്നെ തയ്യൽ തുമ്പ് എടുക്കേണ്ടത് 2 ആണ്. നെക്സ്റ്റ് വേണ്ടതാണ് നമുക്ക് സീറ്റ് അളവ്. സീറ്റ് അളവാണ്. സീറ്റ് റൗണ്ട് അല്ല കേട്ടോ. സീറ്റ് റൗണ്ട് നമ്മളവിടെ എഴുതി. ഇത് സീറ്റ് അളവ്. ഇതൊക്കെ നമ്മൾ പാൻറ്റിൽ അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ സീറ്റ് അളവ് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തുടയളവ് കിട്ടിയില്ലേ. ഈ തുടയളവ് മുകളിൽ നമ്മൾ കണ്ടു എത്ര 11 എന്നല്ലേ. തയ്യൽ തുമ്പ് കൂട്ടാതെ 11 കിട്ടി. തയ്യൽ തുമ്പ് കൂട്ടാതെ ഈ 11 ഇല്ലേ, അതിൽ നിന്ന് 5 ഇഞ്ച് ലൂസ് തുടയളവെന്ന്. അഥവാ എത്രയാണോ തുടയളവ്. ഇപ്പോൾ ഞാൻ കണക്ക് പറഞ്ഞതാണ്, ഒരു എക്സാമ്പിളാണ്. നമുക്ക് എത്രയാണോ തുടയളവ് കിട്ടിയത് അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുക അഥവാ കുറയ്ക്കുക. അതാണ് സീറ്റ് അളവ്. ഈ സീറ്റ് അളവും തുടയളവൊക്കെ എവിടെ വരിക എന്നുള്ളത് ഞാൻ തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്ന് പഠിക്കുക. ഇത് എന്താന്ന് എങ്ങനെയാണ് എടുക്കൽ എന്നൊക്കെ പഠിക്കുക. അടുത്ത റിഗാളാണ്. റിഗാള് എന്താണെന്ന് വെച്ചാൽ ലൂസും തയ്യൽ തുമ്പും ഇല്ലാത്ത സീറ്റ് അളവിൻ്റെ 4 ഭാഗം പ്ലസ് 1 ഇഞ്ച് പുറത്തേക്കിട്ട് ഷേപ്പ് ആക്കണം. അത് നമുക്കറിയാം. നമ്മൾ നോർമൽ പാൻറ്റിനും ഷേപ്പ് ആക്കിയിട്ടുണ്ടല്ലോ 1 ഇഞ്ച്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് അപ്പോൾ മനസ്സിലാവും കേട്ടോ. ശീലയിൽ പറയുമ്പം ഞാൻ ഇതിൽ ചിത്രം കൂടി വരച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ വേണ്ടതാണ് അരപ്പട്ട. അരപ്പട്ടൻ്റെ ഇറക്കം നോർമൽ ഒരു നമുക്ക് ലേഡീസിന് വേണ്ടത് 7ഉം കുട്ടികൾക്കാണെങ്കിൽ 5 അരക്കട്ടപ്പൻ്റെ അരപ്പട്ടൻ്റെ വണ്ണം എന്ന് പറഞ്ഞത് സീറ്റ് അളവ് എത്രയാണ് കിട്ടിയത് അതിലൂടെ 6 ഇഞ്ച് കൂട്ടിയതാണ് നമ്മുടെ അരപ്പട്ടൻ്റെ വണ്ണം വരുന്നത്. പിന്നെ വണ്ണം എല്ലാവർക്കും മാറും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും മാറും. പിന്നെ അടിവീതി നോർമലാക്കി 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതങ്ങനെ എഴുതി വെച്ചതാണ്. ഇനി തടി ഓവറുള്ള ആൾക്കാർക്കൊക്കെ മാറ്റം വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്
തുണി ക്രോസിലാണ് മടക്കേണ്ടത് കേട്ടോ. നമ്മൾ ചുരി പാൻറ് അടിക്കാൻ വേണ്ടിയിട്ട് തുണി ക്രോസ് ആക്കിയിട്ടാണ് മടക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ചിത്രത്തിൽ എവിടേക്ക് എങ്ങനെ വരുന്നതെന്നൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇത് വരുന്നത് കേട്ടോ. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അഥവാ ഇത് ക്രോസായി മടക്കിയ ഒരു തുണിയാണ് കേട്ടോ. ഇത് ക്രോസായി മടക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ ഈ മുകളിൽ അല്ലേ, ഈ മുകളിൽ ഇവിടുന്ന് ഇതുവരെ അടയാളപ്പെടുത്തുന്നതാണ് തുടയളവ്. ആ തുടയളവിൽ നിന്ന് നേരെ താഴത്തേക്ക് വരുന്നതാണ് ഇത് നമ്മൾ അടിവീതിയിലേക്കാണ് അത് യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ടോട്ടൽ നീളം വരുന്നത്. തുടയളവ് അവിടെ, അടിവീതി ഇവിടെ. പിന്നെ എന്താണ് സീറ്റ് അളവ്. ഈ ലെങ്ത്ത് തന്നെയാണ് കേട്ടോ. ഈ സംഭവം തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ഇത് നമ്മൾ സീറ്റ് അളവ്. ഈ ഭാഗമാണ് റിഗാള് വരുന്നത്. ഇതാ നമ്മൾ 1 ഇഞ്ച് ഇത് നേരെ ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ പറഞ്ഞില്ല 1 ഇഞ്ച് പുറത്തേക്ക് ഇട്ട് ഷേപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളത് നേരെ ഇപ്പോൾ ഇങ്ങനെ നേരെ വരച്ചു, ഇങ്ങനെ നേരെ വരച്ചതാണത്. അതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താണ് അവിടെ നേരെ ഇങ്ങോട്ട് വരയ്ക്കുക. അതാണ് റിഗാളി ഭാഗം. പിന്നെ അരപ്പട്ട നമ്മൾ 7 ഇഞ്ച് നീളം. പിന്നെ വീതി നമുക്ക് എത്രയാണ് കിട്ടുക, അതിലൂടെ സീറ്റ് അളവ് കിട്ടുക, അതിലൂടെ 6 ഇഞ്ച് കൂട്ടിയതാണ് സീറ്റ് അളവ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. തുടയളവ് നമ്മളിപ്പോൾ തുടയളവ്, സീറ്റ് അളവ്, ഇത് റിഗാള്, അരപ്പട്ട, പിന്നെ ഈ നീളം തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുമ്മ വെച്ചിട്ടാണ് തയ്ക്കാനിട്ട് ചെയ്യുക. അപ്പം അതിന് മുകളിൽ ചുരിപ്പേരിന് അങ്ങനെയാണ് ചുരിപ്പേരിന് വരിക. പിന്നെ ഇതിൽ നോട്ടും കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്കൊക്കെ ഇത് എഴുതി എടുക്കാം കേട്ടോ. കാരണം നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ചുരിപ്പേരിന് ഒരുപാട് അളവും കാര്യമുണ്ട്. അതെടുക്കേണ്ട രീതിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു വട്ടം തന്നെ തയ്ച്ചാൽ മനസ്സിലാകും. പിന്നെ ഈ ഒരു ചിത്രം വരക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് എവിടെ ഇതൊക്കെ വരിക എന്നുള്ളത് കൂടി മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട ഒരു കമൻറ്റും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്